ഹലോ ഫ്രണ്ട്സ്, മൈൻഡ് വെസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഏതൊരു ബിഗിനർ വരുമ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് ഇൻട്രൊഡക്ഷനും അതുപോലെ ഒരു കമ്പനീനെ നല്ല ടെക്നിക്കലിയും ഫണ്ടമെന്റലിയും അനലൈസ് ചെയ്യാൻ പറ്റിയ 3 ആപ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന 3 ആപ്സും പലർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ പക്ക ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഇൻട്രൊഡക്ഷൻ മുതൽ നമ്മുടെ ടെക്നിക്കലും അതുപോലെ ഡെറിവേറ്റീവ്സും നമ്മൾ യൂട്യൂബിലെ പല വീഡിയോസ് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് പക്ക വായിച്ചുകൊണ്ട് തന്നെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിന്റെ എല്ലാ മേഖലയെ കുറിച്ചും അറിയാൻ പറ്റിയ ആപ്പുകളും അതുപോലെ നമുക്ക് കമ്പനീസിനെ അനലൈസ് ചെയ്യാനും പറ്റിയ 3 ആപ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്റെ പേര് ജാസിം. മൈൻഡ് വെസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ആപ്പാണ് സെറോദ വെബ്സൈറ്റ്. അപ്പോ നമുക്ക് ഈ ആപ്പ് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഈ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ബിഗിനർ ഫ്രണ്ട്ലി ആണ്. കാരണം നമ്മൾ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് മൊഡ്യൂൾസ് കാണാൻ കഴിയും. അവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ്, ടെക്നിക്കൽ അനലൈസിങ്, ഫ്യൂച്ചർ ട്രേഡിംഗ്, ഓപ്ഷൻ ട്രേഡിംഗ്, ഫണ്ടമെന്റൽ അനലൈസിങ്, ഓപ്ഷൻ സ്ട്രാറ്റജീസ്, അതുപോലെ നമുക്ക് എന്താണ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു ബിഗിനർക്ക് ചെന്നിട്ട് ഒരു ബുക്ക് വായിക്കുന്നതിനെക്കാട്ടിലും നമുക്കില്ലെങ്കിൽ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് തപ്പിയെടുക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഇത് വായിക്കുന്നത്. കാരണം അത് നമുക്കൊരു ഓർഡറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറെ പേജസ് ഉണ്ടാവും. നമുക്ക് ഇത് വായിച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് മുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതുപോലെ നമുക്ക് ഇതിൽ ക്വിസ് ആയിട്ട് നമുക്ക് ക്വിസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഡെയിലി പ്രോഗ്രസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. നമുക്ക് റീഡിംഗ് ടൈം ആണ്, നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ അത് നോക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏതൊരു ബിഗിനറും ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ആപ്പ് തന്നെയാണ് സെറോദ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്പാണ് screener.com. പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ ആപ്പ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നമുക്ക് നോക്കാനാണ്, അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റലി ഒരു കമ്പനിയെ അനലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് screener.com. ഇത് നമ്മളിപ്പോ ടാറ്റ മോട്ടോഴ്സ് ഒരു കമ്പനി അടിച്ചു നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അതിന്റെ പി റേഷ്യോ അതുപോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ഫിനാൻഷ്യൽ റേഷ്യോസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സൈറ്റ് ആണ് screener.com എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ അവരുടെ അനലൈസിങ് തന്നിട്ടുണ്ടാവും, പ്രോസും കോൺസും, ഈ സ്റ്റോക്കിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അതുപോലെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പീസ്, ഈ സെക്ടറിലെ ഡിഫറെന്റ് കമ്പനീസുമായിട്ട് ഇവർ തന്നെ നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അതുപോലെ ഈ ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, റേഷ്യോസ് ഒക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോ നമുക്കൊരു കമ്പനീനെ ഫണ്ടമെന്റലി അനലൈസ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പാണ് screener.com എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഈ screener.com എങ്ങനെ ഒരു കമ്പനീനെ ഫണ്ടമെന്റലി അനലൈസ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ screener.com എടുക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് വരാറുള്ളത്. അതിൽ സെർച്ച് ബാർ ഉണ്ട്. ആ സെർച്ച് ബാറിൽ നമ്മൾ ഒരു കമ്പനി, ഒരു സ്റ്റോക്ക് സെർച്ച് ചെയ്യുക. ടാറ്റ മോട്ടോഴ്സ് ആണ് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത്. അപ്പൊ ടാറ്റ മോട്ടോഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു സമ്മറിയാണ് വരിക. ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനി എന്താണ് ചെയ്യുന്നത്, എന്താണ് അവരുടെ ബിസിനസ് എന്നുള്ളൊരു ഓവർവ്യൂ ആണ് ഇവിടെ വരിക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കീ പോയിന്റ്സ് കാണാൻ കഴിയും. ടാറ്റ മോട്ടോഴ്സിന് ഈ ജാഗോർ ലാൻഡ് റോവറിൽ സ്റ്റേക്ക് ഉണ്ട്, ഹോൾഡിങ്സ് ഉണ്ട് എന്നുള്ളതും, അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ സ്റ്റേറ്റ്മെന്റും ഈ ഫിനാൻഷ്യൽ ഇയർ സ്റ്റേറ്റ്മെന്റും ഒക്കെ ആയിട്ടുള്ള കമ്പാരിസൺ ഒക്കെ ഈ കീ പോയിന്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കുറച്ചുകൂടി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അതിന്റെ ഫിനാൻഷ്യൽ റേഷ്യോസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2,79,000 crores, അതുപോലെ കറന്റ് പ്രൈസ്, ഈ സ്റ്റോക്കിന്റെ ഹൈയും ലോവും ഒക്കെ നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. സ്റ്റോക്ക് പി റേഷ്യോ, ബുക്ക് വാല്യൂ, അതുപോലെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മൾ വരുന്ന വീഡിയോസിൽ ഫിനാൻഷ്യൽ റേഷ്യോസ് എങ്ങനെയാണ് നോക്കുക, ഈ ഫിനാൻഷ്യൽ റേഷ്യോസ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ റേഷ്യോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സ്റ്റോക്കിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് നമുക്ക് അളക്കാൻ കഴിയും. കുറച്ചുകൂടി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും, ഈ പ്രൈസ് 2024 മുതൽ ഇവിടെ നമുക്ക് എത്ര ഇയർ ആണെന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. 5 വർഷത്തെ 2021 ജാനുവരി മുതൽ
2024 ജാനുവരി വരെയുള്ള പ്രൈസിന്റെ മൂവ്മെന്റ് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ പി റേഷ്യോയുടെ മൂവ്മെന്റ് ഇവിടെ കാണാൻ കഴിയും. കുറച്ചുകൂടി അടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അനാലിസിസ് കാണാം. ഈ screener.com തന്നെ ഒരു അനലൈസിങ് നടത്തിയിട്ടുണ്ട് ഈ ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച്. ഇതിന്റെ പ്രോസും കോൺസും നമുക്ക് ഇവിടെ കാണാം, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അത് വായിച്ചു നോക്കി കഴിഞ്ഞാല് കമ്പനി ഹാസ് റെഡ്യൂസ്ഡ് ഡെപ്റ്റ്, കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിയുടെ കടങ്ങൾ കുറച്ചിട്ടുണ്ട്. അതുപോലെ കമ്പനി ഹാസ് ഡെലിവേർഡ് ഗുഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഓഫ് 34.7% CAGR, 34.7% CAGR ആണ് 5 വർഷത്തിൽ ടാറ്റ മോട്ടോഴ്സ് നൽകിയിട്ടുള്ളത്. അതുപോലെ കോൺസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഹാസ് ഡിക്രീസ്ഡ് ഓവർ ലാസ്റ്റ് 3 years, -3.83%. -3.83% പ്രൊമോട്ടർ ഹോൾഡിങ്സ് 3 വർഷമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ കുറച്ചുകൂടി അടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ടേഴ്സിൽ തന്നെ എല്ലാ ഡിഫറെന്റ് കമ്പനീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അനലൈസ് ചെയ്യാൻ പറ്റും. ഇതിനെ കമ്പയർ ചെയ്യാൻ കഴിയും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിന്റെ കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും കറണ്ട് മാർക്കറ്റ് പ്രൈസും ഇതിന്റെ റേഷ്യോസ് ഒക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു എക്സൽ ഷീറ്റിലേക്ക് മാറ്റുന്നതിനെക്കാട്ടിലും ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അഡ്വാൻറ്റേജ് കൂടി ഈ screener.com-നുണ്ട്. കുറച്ചുകൂടി താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്വാർട്ടർലി റിപ്പോർട്ട്സ് കാണാം, ഈ കമ്പനിയുടെ ക്വാർട്ടർലി റിപ്പോർട്ട്സ്. അതുപോലെ എല്ലാ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സും ഇതിൽ അവൈലബിൾ ആണ്. ക്വാർട്ടർലി, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ ഫിനാൻഷ്യൽ റേഷ്യോസിന് സെപ്പറേറ്റ് ആയിട്ടൊരു പേജ്. അതുപോലെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ് ഇതിന്റെ ഹോൾഡിങ്, എത്ര ശതമാനമാണ് ഇതിൽ ഹോൾഡ് ചെയ്യുന്നത്, പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിങ്സ് എത്രയാണ്, അതുപോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ്, ആനുവൽ റിപ്പോർട്ട് അവൈലബിൾ ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ ആനുവൽ റിപ്പോർട്ട്സ് ഒക്കെ എങ്ങനെയാണ് റീഡ് ചെയ്യാന്ന് നമ്മൾ വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നമുക്ക് കമ്പനിയിലേക്ക് ലോങ് ടേമിൽ ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫണ്ടമെന്റൽസും ഇതിന്റെ ഗ്രോത്ത് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ പറ്റിയ ഒരു ആപ്പാണ് screener.com. അപ്പോ മൂന്നാമതായിട്ടും അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ആപ്പാണ് ട്രേഡിംഗ് വ്യൂ. ട്രേഡിംഗ് വ്യൂ പലർക്കും അറിയുണ്ടാവും. ട്രേഡിംഗ് വ്യൂ നമ്മൾ ഉപയോഗിക്കുക ഒരു സ്റ്റോക്കിനെ ടെക്നിക്കലി അനലൈസ് ചെയ്യാനാണ്, ഇല്ലെങ്കിൽ അതിന്റെ ചാർട്ട് നോക്കി അനലൈസ് ചെയ്യാനാണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. അപ്പൊ നമ്മളൊരു ജസ്റ്റ് ഒരു സ്റ്റോക്ക്, നമുക്ക് ഇവിടെ സ്റ്റോക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പ്ലസ് സൈക്കിളിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യുക, ടാറ്റ മോട്ടോഴ്സോ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ ആ സ്റ്റോക്ക് ഇവിടെ ഈ പ്ലസ് സൈക്കിളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് ഇവിടെ ആഡ് ആയി വരും. അപ്പൊ നമ്മളൊരു സ്റ്റോക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ചാർട്ട് ആഡ് ആവും. അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസിൽ ഇവിടെ നമുക്ക് ടൈം ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാം, ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ടൈം ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വെക്കാം നമുക്ക്. അതുപോലെ നമുക്ക് ഇതിന്റെ ഹൈയും ലോവും ഒക്കെ ജസ്റ്റ് കണ്ടുകൊണ്ട് മനസ്സിലാക്കാം. അതൊക്കെ ട്രേഡിംഗ് വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രോയിങ്സ്, നമുക്ക് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് പോലുള്ള ഡ്രോയിങ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ട്രേഡിംഗ് വ്യൂ. ട്രേഡിംഗ് വ്യൂ പലരും ഉപയോഗിക്കുന്നുണ്ടാവും. ഒരാൾ ട്രേഡിംഗിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രേഡിങ്ങിന് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സെറോദ വെബ്സൈറ്റ്, സ്ക്രീനർ, അതുപോലെ ട്രേഡിംഗ് വ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങളുടെ അനലൈസിങ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഈ സ്ക്രീനറിലൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം കമ്പനീസ്. ഈ പി റേഷ്യോ 20ന്റെ താഴെയുള്ളത്, ഇല്ലെങ്കിൽ ROE 15ന്റെ മുകളിലുള്ളതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനറിലൂടെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇത്രയുള്ള കാര്യം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. താങ്ക് യു.